അതേ കാമദേവൻ ഹൃദയ പ്രശംസിച്ച് നിൽക്കുന്നുണ്ട്. ഒന്ന് വെറുതെ ഇരിക്കും വിജയമ്മേ. പാവം തപസ് ചെയ്ത് ക്ഷീണിച്ച് നിൽക്കുകയാണ്. നമുക്ക് സ്വർഗത്തിലെ കട്ടുമ്പോഴാകണ്ട. അവ ഹൃദയങ്ങൾ കൈമാറട്ടെ. ഇത്ര നേരമായി മാധവരായരുടെ സ്റ്റാച്യുമായി ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നു. എന്താ താമസിച്ചത്? ശ്രീമതി ഇന്ന് വലിയ ഗൗരവത്തിലാണല്ലോ. സുരേഷിന് വേറെ ജോലിയൊന്നുമില്ലേ? ഈ പ്രായത്തിൽ ഇതിനേക്കാൾ പറ്റിയ ജോലി എന്താണില്ലേ? മനുഷ്യർ കണ്ട എന്ത് വിചാരിക്കും? നാണമില്ലല്ലോ ഇങ്ങനെയൊക്കെ പുറകെ നടക്കാൻ. എനിക്കിതൊന്നും ഇഷ്ടമല്ല. ഇഷ്ടമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെടാൻ ശ്രമിക്കുന്നവളാണ് സ്ത്രീ. ഞാൻ എല്ലാ സ്ത്രീകളെ പോലെയല്ല. എനിക്ക് കടപ്പാടുകളുണ്ട്. എന്റെ കടമകളെ കുറിച്ച് ബോധമുണ്ട്. ഈ തത്വജ്ഞാനങ്ങളൊക്കെ വിളമ്പാൻ മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ലീലയെ സ്നേഹിക്കുന്നത് കുറ്റമാണോ? യാതൊരു കുറ്റവുമില്ല. പിന്നെ സ്നേഹിക്കാനുള്ള അർഹത നേടിയെടുത്തിട്ട് സ്നേഹിക്കുന്നതാണ് പുരുഷത്വം. എന്റെ അച്ഛനെ വന്ന് നേരിട്ട് കണ്ടിട്ട് എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണം. ഓഹോ, എന്നിട്ട് അച്ഛൻ സമ്മതിച്ചാൽ എന്റെ കഴുത്തിൽ താലി കെട്ടി വീട്ടിൽ വിളിച്ചോണ്ട് പോണം. സമ്മതിച്ചില്ലെങ്കിൽ വേറൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കണം. അല്ലാതെ ഇങ്ങനെ തെരുവിൽ നടന്ന് കമന്റ് അടിച്ച് നശിക്കരുത്. നീ ഒരു സ്ത്രീയാണ്. പ്രേമത്തിന്റെ മഹത്വം നിനക്കറിയാമോ? അനാർക്കലിയുടെയും ലൈലയുടെയും മുംതാസിന്റെയും മുമ്പിൽ നീ ഭിക്ഷ എടുക്കണം. നീ ചന്ദ്രികയാണ്, ചങ്ങമ്പുഴയുടെ ചന്ദ്രിക. ഏതായാലും അഭിനയം അസലായിരിക്കുന്നു. പക്ഷേ എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ സമയമില്ല. സത്യം പറയാമല്ലോ മിസ്റ്റർ നായർ, എന്റെ ഭർത്താവ് അത്ര വലിയ ബുദ്ധിമാനൊന്നുമായിരുന്നില്ല. അത് പിന്നെ പതുക്കെ പറയണം. കൊച്ചമ്മയുടെ മനോധർമ്മം ഒന്നുകൊണ്ട് മാത്രമല്ലേ ഈ എസ്റ്റേറ്റിന്റെ ഭരണം ഇത്ര ഭംഗിയായി നടന്നു പോരുന്നത്. തന്നെയുമല്ല, കൊച്ചമ്മയ്ക്ക് ഇപ്പൊ വ്യാഴമാണ്, അങ്ങ് ഉച്ചത്തില. അദ്ദേഹം മരിക്കുമ്പോൾ എസ്റ്റേറ്റിന്റെ സ്ഥിതി ഇതായിരുന്നോ ബാച്ചുപിള്ളേ? കൊള്ളാം. എസ്റ്റേറ്റോ? വെറും തോട്ടം. ഞാൻ കൊട്ടാരം ജോത്സ്യരായിട്ട് ചാർജ് എടുക്കുമ്പോ 2 ലക്ഷം രൂപ കടമായിരുന്നു. പിന്നെ കൊച്ചമ്മയുടെ ഒരു മിടുക്കുകൊണ്ടും എന്റെ സത്യമാകൊണ്ടും ഈ നിലയിലൊക്കെ എത്തി. മിസ്സിസ് മേനോനെ കണ്ടുപഠിക്കണം സ്ത്രീകൾ. യു ആർ എൻ എക്സാമ്പിൾ ടു അതേഴ്സ്. ഞാൻ രേഖയോട് എപ്പോഴും പറയും. മോഡേൺ ഔട്ട്ലുക്ക് ഉള്ളവരെ എനിക്ക് വളരെ ഇഷ്ടമാണ്. സുരേഷിന്റെ അമ്മയെ പോലെ ആയിത്തീരണമെന്നാണ് എന്റെ ആഗ്രഹം. മനുഷ്യനായാൽ കുറച്ചൊക്കെ അഡ്വഞ്ചേഴ്സ് ആകണ്ടേ? അതിനെന്താ, അനന്തരാവകാശിയായിട്ട് ഇങ്ങോട്ടല്ലേ വരാൻ പോകുന്നത്. ഗ്രഹനില എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. എന്താ മോളെ ഇന്നത്ര താമസിച്ചത്? കോളേജിൽ ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്താ മോളെ നിന്റെ മുഖം ഒന്നും വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നത്? വേഗം പോയി കാപ്പി തയ്യാറാക്കും. എന്താ മോളെ? ഫീസ് കൊടുക്കാത്തവരുടെ പേര് ഇന്ന് നോട്ടീസ് ബോർഡിൽ ഇട്ടിരുന്നു. അതിൽ ആദ്യത്തെ പേര് എന്റേതായിരുന്നു. ഇനിയും കൊടുക്കാതിരുന്നാൽ എന്നെ ക്ലാസ്സിൽ നിന്നും പുറത്താക്കും. എല്ലാരും എന്നെ കളിയാക്കും. നിന്റെ കോളേജ് പണിയുവാൻ സംഭാവന കൊടുത്തവരുടെ കൂട്ടത്തിൽ നിന്റെ അച്ഛന്റെ പേരും ആദ്യത്തേതായിരുന്നു. സാരമില്ല മോളെ, സാരമില്ല. ഞാൻ അച്ഛനെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. വേദനിക്കാൻ വേണ്ടി മാത്രമല്ല മോളെ ഹൃദയം. അച്ഛന് വേദനയേയില്ല. നിങ്ങൾക്കെല്ലാം ലജ്ജയില്ല ഇങ്ങനെ ഭിക്ഷ എടുക്കാൻ? കണ്ടിട്ട് തരക്കേടില്ലാത്ത വീട്ടിലെ പിള്ളേരാണെന്ന് തോന്നല്ലോ. ഞങ്ങൾ ഭിക്ഷക്കാരൊന്നും അല്ല, പൊതുപ്രവർത്തകരാണ്. സംഭാവന ചോദിക്കാൻ വന്നതാണ്. അല്ല, അത് മനസ്സിലായി. ഈ സംഭാവന എന്ന് പറയുന്നത് മാനമായ തണ്ടലല്ലേ? നിങ്ങൾ നന്നാക്കിയിട്ടൊന്നും നാട് നന്നാകണ്ട. അതങ്ങനെയോട്ട് നന്നാകാനും പോകുന്നില്ല. മേനോൻ അദ്ദേഹത്തിന്റെ പേര് നടക്കുന്ന വായനശാലയാണ്. മേനോൻ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ അതിനെ പുച്ഛിക്കുന്നത് കഷ്ടമാണ്. ഉപദേശിക്കൊന്നും വരണ്ട. ഞാൻ മേനോൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്, അല്ലാതെ വായനശാലയുടെ ഭാര്യയല്ല. എന്റെ ഭർത്താവ് പേരുണ്ടാക്കിയത് വായനശാല കൊണ്ടുമല്ല, കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. അല്ല, മരിച്ചു
മരിച്ചുപോയ ഭർത്താവിനേക്കാൾ വലുത് പണമാണെങ്കിൽ എന്തു പറഞ്ഞു? സംസ്കാരമില്ലാത്ത കഴുതകൾ. ഒരു പണക്കാരിയായ സ്ത്രീയോട് സംസാരിക്കുന്നത് എങ്ങനെയാണോ? പോകണം. എനിക്ക് സംഭാവന തരാൻ മനസ്സില്ല. ഓ, ഒരു പണക്കാരി വന്നിരിക്കുന്നു. പട്ടിക്ക് മീശ വളച്ചാൽ അമ്പട്ടൻ എന്താ പ്രയോജനം? എന്താ? എടാ സുരേഷേ, നിന്റെ അമ്മ വളരെ നല്ലൊരു സ്ത്രീയൻ. ഈ നിലയ്ക്ക് അങ്ങോട്ട് പോയാൽ നാട്ടിൽ നിനക്കൊക്കെ വളരെ നല്ല സ്ഥാനം കിട്ടും. എന്താ? എന്തു പറ്റി? നിന്റെ അമ്മോട് തന്നെ ചോദിച്ചു നോക്കണം. ഞങ്ങളുമൊക്കെ പണം കണ്ടിട്ടുണ്ട് മിസ്റ്റർ. ഓ, പണപ്പിരിവ് ഐശ്വര്യമായി നടത്താമെന്ന് വിചാരിച്ചു വന്നതാണ്. ഗണപതിക്ക് വച്ചതേ കാക്ക കൊത്തി. ഇവന്മാർക്കൊക്കെ വാരിക്കോരി കൊടുത്തിട്ട് എന്താ പ്രയോജനം? എന്റെ കയ്യില്ലാത്ത ഇവന്മാരൊക്കെ കൊണ്ടു തരുമോ? എന്താണ് അമ്മ ഇത്? പണം കൊടുത്തില്ലെങ്കിൽ വേണ്ട, അവരോടൊന്ന് സൗമ്യമായി പെരുമാറിക്കൂടെ? ഓഹോ, നീ എന്നെ പെരുമാറാൻ പഠിപ്പിക്കുകയാണോ? അമ്മ അവരുടെ ക്ലാസ്മേറ്റ്സ് ആണ്. ഞാൻ ഇനി അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? നീയേ ആ കൊരങ്ങന്മാരുടെ മുഖത്ത് നോക്കണ്ട. ആരൊക്കെയാണ് ഈ വരുന്നത്? എന്റെ മോളെ, നിന്നെ ഒന്ന് കാണാൻ കണ്ണു കൊതിച്ചിരിക്കുകയായിരുന്നു. ദേവകി മേനോൻ എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാണ്. അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ. ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു വൺ വേ ട്രാഫിക് അല്ലല്ലോ. എന്ത് പറയുന്നു മിസ്റ്റർ സുരേഷ്? അതെ, ശരിയാണ്. ഇരിക്കണം. പാച്ചുപിള്ളേ, ഇവിടെ പാച്ചുപിള്ളേ, ഒന്ന് ഫോൺ ചെയ്തിട്ട് വരാമായിരുന്നില്ലേ? വിദ്യയും ഗണേശും കൂടി ഷോപ്പിങ്ങിന് പോയിരിക്കുകയാണ്. നെവർ മൈൻഡ്, അവർ സാവധാനം വന്നോട്ടെ. അവർ കൂടി വന്നിട്ട് ഞങ്ങൾ പോകുന്നു. മിസ്റ്റർ സുരേഷ് ഫൈനൽ ഇയർ അല്ലേ? അതെ. ഈ വർഷം കൂടെ കഴിഞ്ഞാൽ തടവിലിടണമെന്നാണ് ഞങ്ങളുടെ പ്ലാൻ. ഐ മീൻ എന്റെയും ദേവകി മേനോന്റെ. ഈ വിവാഹം എന്ന് പറയുന്നത് തന്നെ ഒരു ജയിലാണല്ലോ. വിളിച്ചാലും ശവം വിളിയൊക്കെയില്ല. പാച്ചുപിള്ളേ, ഇവിടെ പാച്ചുപിള്ളേ. നമ്മുടെ പഴയ പഞ്ചാംഗം പാച്ചുള്ള ഇപ്പോഴും ഇവിടെ തന്നെയാണോ? കൊള്ളാം. അമ്മ തുമ്മുന്നത് പോലും മുഹൂർത്തം നോക്കിയാണല്ലോ. പാച്ചുപിള്ളച്ചേട്ടാ, ഇതാ കൊച്ചമ്മ വിളിക്കുന്നു. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വല്ലപ്പോഴും ആസനം എടുക്കണമെന്ന്. ശരീരം ഒന്ന് കുറഞ്ഞു കിട്ടും. മനസ്സിലായോ? അപ്പുറത്ത് ആരാണ്ടൊക്കെ വന്നിരിക്കുന്നു. ആ പെണ്ണുമുള്ള പൂവും കായും വിളിച്ചു പറഞ്ഞതിന് മുമ്പ് അങ്ങോട്ട് ചെല്ലേ. എന്തൊന്നാ ഇവിടെ നിന്ന് രണ്ടുപേരും കൂടെ മുതുകൂത്ത് കാണിക്കുന്നത്? വിളിച്ചു വിളിച്ചിന്റെ തൊണ്ട പൊട്ടിയല്ലോ. പാഠഭാരം കഴിഞ്ഞ ഉടനെ ആസനത്തിന് ബഹുവിശേഷമാണ്. ഞാൻ പാച്ചുള്ള ഒന്ന് കണ്ടിട്ട് ഇത് കണ്ടോ? ഇതൊരു അമേരിക്കൻ ചിത്രത്തിലെ സ്റ്റില്ലാണ്. ഓ, ഇവിടെയാണെങ്കിൽ ആളുകൾ ഇതിനെ അശ്ലീലം എന്ന് വിളിച്ചു പറയും. ആ, സിനിമയിലെ ചുമനത്തെ പറ്റി സുരേഷിന്റെ അഭിപ്രായം എന്താണ്? എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. ഛേ, മോശം സുരേഷ്. ഈ 20-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ സ്റ്റീരിയോ ടൈപ്പ് ആകരുത്. സത്യത്തിന്റെ മുമ്പിൽ നമ്മൾ ഒരിക്കലും കണ്ണടയ്ക്കാൻ പാടില്ല. സത്യത്തിന്റെ മുമ്പിൽ കണ്ണടക്കില്ല, പക്ഷെ നഗ്നതയുടെ മുമ്പിൽ കണ്ണടയ്ക്കാതിരിക്കാൻ വയ്യ. എന്താണ് ഇവിടെ തർക്കം? നെവർ മൈൻഡ്, ജീവിതകാലം മുഴുവൻ തർക്കിക്കാനുള്ളവരല്ലേ. അപ്പൊ ഇപ്പോഴേ അതിന്റെ റിഹേഴ്സൽ എടുക്കുന്നത് നല്ലതാണ്. വരൂ, ഡൈനിങ് ഹാളിലേക്ക് പോവാം. എടാ ദോസേ, നീ ആ പാൻറിന്റെ പെട്രോളെല്ലാം ചെയ്ത് തീർത്തോടാ. ഇന്ന് 4 മണിക്ക് കൊടുക്കണ്ട. കർത്താവേ, അത് എപ്പോഴേ തീർന്നു. ആ വേറെ ഇങ്ങോട്ട് മാറണം. മനസ്സിലെടുത്തു കുറിച്ചു ഇങ്ങോട്ട് കയറുന്നില്ല വെച്ച 18 10 ആ ആ എടാ ചെറുതേക്ക് വണ്ണം കുറവാ. 12. ആ 12ഉം 10 22. ആ കൈക്ക് 6.5. 6.5. തിരിഞ്ഞില്ല 10.5. പുറക. ആ നാളെ ഒരു 12 മണിക്ക് ഒരാളിനെ ഇങ്ങനെ അയച്ചേരെ കൊടുത്തയച്ചേക്കാം. തയ്ച്ച് തയ്യക്കൂലി കൂടെ കൊടുത്തയക്കണം. മുൻപാക്ക് കുറച്ച് ബാലൻസ് ഉണ്ട്. എടാ തോമസേ, ഞാൻ കർമ്മനിരതനായിട്ടിരിക്കുമ്പോൾ നിന്റെ കാര്യത്തെ പറ്റി ഓർമ്മപ്പെടുത്തി ശല്യം ചെയ്യരുതെന്ന് ഞാൻ പറയാറില്ലേ? എന്റെ കർത്താവ്, എന്റെ കാര്യം ഞാനല്ലാതെ പിന്നെ ആര് പറയും? ഇവിടെ അസിസ്റ്റന്റ് ആയിട്ട് കൂടിയിട്ട് 4 വർഷമായില്ലേ. ശമ്പളം ചോദിക്കും ആശാൻ എന്നെ കടിച്ചു തിന്നാൻ വരും. ശമ്പളം നിനക്ക് നിർബന്ധമാണെങ്കിൽ അടുത്ത മാസം മുതൽ 5 രൂപ അവിടെ കൂട്ടി നിനക്ക് തന്നേക്കാം. പൊയ്ക്കോ. ഇങ്ങനെ വാക്കുകൊണ്ട് കൂട്ടിയാ മതിയോ? ഇത് പിന്നെ മൂക്കൊണ്ടാണ് കൂട്ടുന്നത്.
കൂട്ടി കൂട്ടി 1000 രൂപയായി. ഒരു ന്യായ പൈസ എങ്കിലും ആശാൻ എന്റെ കയ്യിൽ തന്നിട്ടുണ്ടോ? എടാ തോമസേ, നിനക്ക് ശമ്പളം എന്തുണ്ടെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ചങ്കൂറ്റത്തോടുകൂടി പറയരുത് 1000 രൂപ ഉണ്ടെന്ന്. പറഞ്ഞോണ്ടിരുന്നാ മതിയോ? വയറ്റിലോട്ട് വല്ലതും പോകണ്ടേ? എന്റെ പെമ്പർനോത്തിയും കൊച്ചുങ്ങളും പട്ടിണിയാ. ഞാൻ അന്നേ പറഞ്ഞില്ലേ നീ പെണ്ണ് കെട്ടരുതെന്ന്. അതിന് ഞാനല്ലല്ലോ കെട്ടിയത്, അവളെന്നെ ഓടിച്ചിട്ട് പിടിച്ച് കെട്ടുകയല്ലായിരുന്നു. നീ എന്നെ കണ്ടുപിടിക്ക്. ഈ നാട്ടിലുള്ളവർക്കൊക്കെ കല്യാണം ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്നതല്ലേ ഞാൻ. ഇത്രയും പ്രായമായിട്ട് ഞാൻ ഈ ഒറ്റത്തടിയായിട്ട് കഴിയുന്നില്ലേ? ആരും പെണ്ണ് തരാത്തോണ്ട് അത്രയ്ക്കായോ? എന്നാലേ ഇന്നു പോലെ നിനക്ക് ഞാൻ ശമ്പളം കൂട്ടുന്നില്ല. വേണ്ട, എന്നെയും എന്റെ പെമ്പർ നോക്കിയും എന്റെ കൊച്ചിനെയും എല്ലാം കൂടെ അങ്ങോട്ട് തിന്നുകൊണ്ട് കുറച്ച് വെള്ളവും കൂടെ അങ്ങോട്ട് കുടിച്ചു. അയ്യോ, അങ്ങനെ തരാം. എടാ, ഗുരുവിനെ നിന്ദിച്ചാലുണ്ടാകും. അയ്യോ അയ്യോ, താൻ ഇവിടെ ഇരിക്കുന്നത് തയ്ക്കാനാണ് തുണി ചൂണ്ടാനാണ്? രണ്ടിനും കൂടെ ആണെന്ന് വെച്ചോ. എന്ത് പറ്റി? മനുഷ്യരുടെ മുമ്പിൽ ഈ ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുമോ? എടാ കൊച്ചിനെ, അത് വളരെ സൗകര്യമായല്ലോ. മനുഷ്യരാരും ഭൂമിയിലില്ലല്ലോ, അവരെല്ലാം ചൊവ്വായിലും ചന്ദ്രനിലും അല്ലേ. ഇടോ, ഈ ഷർട്ടിന്റെ പകുതി എന്റെ തുണിയോടെ വെച്ചല്ലേ? ഇടറോ ഇടറോ, തൊട്ട് കളിക്കാതെ. തയ്യക്കാരന്റെ ദേഹത്ത് പല തുണിയും കാണും. തയ്യൽക്കടയെ ബഹള ധുംസക. തയ്യൽക്കടയിൽ ബഹളം പാടില്ല. പാടഹാര സമയത്ത് ബഹളം അബദ്ധം. എന്താ കാര്യം? എന്റെ പഞ്ചാംഗം വരായിരുന്ന എന്റെ ആശാൻ ഒരു പോക്ക് പോയേനെ. എന്താ കാര്യം? എന്തുണ്ടെങ്കിലും പറഞ്ഞു തീർക്കാമല്ലോ. നിങ്ങളും നോക്കണം, എനിക്ക് ചേട്ടാണ്, എന്റെ മാനുപോലും ചെറുതാണ്. തന്തയ്ക്ക് മാനേക്കാളും പ്രായമുണ്ട്. അല്ലല്ല, തടിയുണ്ട്, എന്ത് ചെയ്യാൻ ഒക്കും? ഒന്ന് ക്ഷമിച്ചേടാ. ഓ, ക്ഷമിക്കല്. ഗോപാലന്റെ ടെക്നിക്കൽ ഷർട്ടേ നമ്മുടെ അത്യന്താധുനികം സാഹിത്യം പോലെയാണല്ലോ. ഇത് ഗോപാലന്റെ ട്രേഡ് മാർക്കാണ്. ഈ വഴക്കൊക്കെ ഇവിടെ സാധാരണ പതിവാ.